എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശ് മേനോനാണ് തന്നോട് സുമിത്രയുടെയും വിനോദനും കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടലോടെ നിൽക്കുകയാണ്. ആ സമയം ഇഷത് പറഞ്ഞു, ഇപ്പോഴെനിക്ക് സമാധാനമായത് ഇതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നന്നായിട്ട് ക്രൂശിക്കപ്പെടുമായിരുന്നു. ഞാനാണ് മാഡത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അരുന്നത് ഒരിക്കലും അല്ലാന്ന് പറയണം. ഈ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞുകൊണ്ട് എൻ്റെ മോളോടെ ഞാൻ പറഞ്ഞതെന്ന് പറയണം. പിന്നെ മോളാണ് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. ഈ സമയത്ത് അനികര പറഞ്ഞു, അത് ഇഷിതേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് സത്യങ്ങളൊക്കെ മനസ്സിലായത്. കാര്യം മറ്റൊന്നുമല്ല, സുമിത്രയും വിനോദം തമ്മിലാണ് ഒന്നും ചേരേണ്ടിയിരുന്നത്. എനിക്ക് പിന്നീട് തോന്നി അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അവർ തമ്മിലുള്ള ആ സംസാരം കാര്യങ്ങളൊക്കെ എന്നിടയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. അവർ ശരിക്കും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, ഞാനല്ല. സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടേ. പിന്നീട് സുമിത്രയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ സുജി, എന്നോട് ക്ഷമിക്കും കേട്ടോ എന്ന് പറയണം. ആ സമയം വിനോദ് പറഞ്ഞു, അതെ ഞാനല്ലേ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അനുഗ്രഹയോട്. അതൊന്നും കുഴപ്പമില്ല, എന്നോട് ക്ഷമ ചോദിക്കേണ്ട, ഞാൻ സുജിയോടെ ക്ഷമ ചോദിക്കേണ്ട, ഇവളെൻ്റെ സഹോദരി അല്ലേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മനസ്സൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് ചിരിക്കാൻ പറയണം. സുമിത്ര ചിരിക്കാൻ നിൽക്കുകയാണ്. അതെ ഞാൻ പോകുന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കണ്ടേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മ മാത്രം ഡൽഹിക്ക് പോകുന്നുള്ളൂ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളും ഒന്നുമില്ല എന്നൊക്കെ പറയണം. പിന്നീട് അരുന്ധതി പറഞ്ഞ, എന്നാൽ ഞങ്ങളെങ്ങോട്ട് ഇറങ്ങട്ടേന്ന് ചോദിക്കണം. എനിക്ക് പോകണം, ഇന്ന് തന്നെ പോകണം എന്ന് പറയണം. അങ്ങനെ പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അരുന്ധതി ഒരു കാര്യം പറയണേ, അയ്യോ മഹേഷിനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കേരള ചാപ്റ്റേഴ്സ് അത് മഹേഷിന് തന്നെ തരാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഇനിയൊക്കെ ആ കാര്യത്തിൽ മഹേഷ് പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നി. മഹേഷിന് മാത്രമല്ല എല്ലാവർക്കും സന്തോഷം തോന്നി. അങ്ങനെ അരുന്ധതി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ലയയും മാധവും കൂടെ മനസ്സിനിയമ്മയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കാറിൽ നിന്ന് അവർ ഇറങ്ങുന്ന സമയത്ത് ആഷിതയും മഹേശ്വറും മനസ്സിനെയൊക്കെ അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ്. ആ സമയം മനസ്സിനെ എന്നിട്ട് ലയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ മോൾ അങ്ങോട്ട് ആകെപ്പാടെ മെലിഞ്ഞു പോയല്ലോ, നല്ല ക്ഷീണമാണല്ലോ, ആഹാരം കഴിക്കുന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ലയ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. മഹേശ്വരോട് ചോദിച്ചു, മോൾക്ക് എന്ത് പറ്റിയടാ, മോൾ എന്തൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. അത് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ആയിരിക്കും അമ്മേ എന്നൊക്കെ പറയണം. ആ സമയം മഹേശ്വർ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് കയറിപ്പോക്കോ മാധവേ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കാന്ന് പറയണം, ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നോളാന്ന് പറയണം. അങ്ങനെ മാധവ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആഷിതയോട് വരാൻ പറയണം. അങ്ങനെ ആഷിതയും വിളിച്ചോണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്ന് ബാഗൊക്കെ ലഗേജൊക്കെ താഴേക്ക് ഇറക്കി വെക്കുവാണ്. ആ സമയം ആഷിത ചോദിച്ചു, അല്ല എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈശ്വരേട്ടാന്ന് പറയാം. എന്താ? അല്ല ലയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ, എന്തോ ഒരു സങ്കടഭാവം ഉള്ള പോലെ. അതാണ് കാര്യം, നീ കൂടുതൽ സന്തോഷം സങ്കടമൊന്നും തിരക്കാനായിട്ട് പോകണ്ട. സങ്കടവും സന്തോഷവും ഒക്കെ മനുഷ്യൻ്റെ കാര്യങ്ങളാണ്, അതൊക്കെ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിൽ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും. പിന്നൊരു കാര്യം, നീ ഇനിയിപ്പോൾ അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധവ് ഇഷിതയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനും പോകണ്ടെന്ന് പറയണം. അത് കേട്ടിപ്പോൾ ആശ്വസിച്ച് എന്ത് പറയാനായിട്ട്, ഒന്നും പറയാൻ പോകണ്ട, അവന് ചിലപ്പോൾ ഇഷിതയുടെ കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം കൂടുതൽ കാണുമായിരിക്കും, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയണം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഇഷിതയുടെ അടുത്തേക്ക് മഹേഷ് വരുവാണ്. മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാം. ഇഷിത മൈൻഡ് ചെയ്തില്ല, മുറിയിൽ മൈൻഡ് ചെയ്യാൻ നിൽക്കുവാണ്. അതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി, ആ സമയത്ത് ഒരു ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. കേരള ചാപ്റ്റേഴ്സ് എൻ്റെ കൈവിട്ട് പോന്നു. പിന്നീട് വിനോദിന് കല്യാണം മുടങ്ങിയെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിനക്കറിയാലോ ഞാൻ തകർച്ചയുടെ വക്കീൽ നിന്ന് ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ ആകെപ്പാടെ തകർന്നു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അവിടുന്ന് പിന്നീട് എനിക്ക് ചിപ്പിമോളെ കിട്ടി, നിന്നെ കിട്ടി, അങ്ങനെ സന്തോഷമായ ജീവിതം നയിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഞാൻ ഒന്നുമല്ലാതായി തീരും, കേരള ചാപ്റ്റേഴ്സ് എൻ്റെ കൈവിട്ട് പോകും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിന്നോട് എന്തൊക്കെയോ മോശമായിട്ട് ഞാൻ സംസാരിച്ചു, പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറയാം. അതിന് ഇഷിത മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്കറിയാലോ ഞാൻ ഒന്നുമല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യത്തെ അവസ്ഥയിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആദ്യം എൻ്റെ ജീവിതം തകർന്നുപോയി, പിന്നെ ഞാൻ ഒരു വിധത്തിൽ കരക്കെടുപ്പിച്ച് കൊണ്ടുവന്നതായിരുന്നു. ഒന്നുമല്ലാതെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്, നിനക്കറിയാലോ നിന്നോട് ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. വീണ്ടും അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്, സോറി കേട്ടോ എന്നൊക്കെ പറയണം. ഇഷിത അതിന് മറുപടി ഒന്നും പറയാതെ ഇഷ്ടത പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം ആകാശം ആകെപ്പാടെ കട്ടക്കലിപ്പില. ആകാശം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാം കൈവിട്ടു പോയി, എല്ലാം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും രജന വന്നിട്ട് ചോദിച്ചു, എന്ത് കൈവിട്ടു പോയെന്നാ പറയണേ? അതിനിവിടെ കൈവിട്ട് പോകാൻ പാത്രം എന്താ ഉള്ളതെന്ന് ചോദിക്കുക.
അത് കേട്ടപ്പോൾ ആകാശോട് നീ ഒരക്ഷരം മിണ്ടല്ലെന്ന് പറയാം. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്ത് കൈവിട്ട് പോയെന്നാ? അതിന് മഹേഷിന്റെ കയ്യിൽ നിന്ന് ആ കേരള ചാപ്റ്റേഴ്സ് ആകാശിനെ കിട്ടിയില്ലെന്ന് ചോദിക്കും. എന്ത് കിട്ടിയെന്നാ നീ പറയണം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് രചനയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് ആ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തണം. ദേ വെറുതെ പറഞ്ഞാണ്ടല്ലോ. ആകാശ വിടാൻ പറയുന്നുണ്ട്, പക്ഷെ വിട്ടില്ല, കഴുത്തെ പിടിച്ച് നിൽക്കുക. രചനയ്ക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടാതെ വന്നു. അവസാനം ഒരു വിത്ത് രചന ആകാശിന്റെ കൈ ഇങ്ങോട്ട് പിടിപിടിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ ആകാശേ ഭ്രാന്തായെന്ന് ചോദിക്കുക. അതേടി എനിക്ക് ഭ്രാന്തായിടെന്ന് പറയാം. നീ കാരണം, ഞാൻ കാരണോ? അതെ, എല്ലാ സ്വാഭാവികങ്ങളും ഇപ്പം ആ മഹേഷിനാന്ന് പറയണം. മഹേഷിന്റെ ജീവിതത്തിൽ ആരാ ചെന്നിരിക്കുന്നറിയാവോ? ഇഷിത. ആ പെണ്ണ് അവൾ കയറി ചെന്നതിന് ശേഷമാണ് അവൻ ഇത്ര സ്വാഭാവികങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നീ ഇറങ്ങിയതിന് ശേഷം അവൻ്റെ ജീവിതം ക്ലച്ച് പിടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം കണ്ടില്ലേ, അവന് ഓരോ ദിവസം ഓരോ പടി ഉയർത്തി എത്തിക്കൊണ്ടിരിക്കുക. ഞാനോ ഓരോ പടി താഴ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. എല്ലാത്തിനും കാരണം നീ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷം കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. അത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഞാനാണോ കാരണം? അതിന് കാരണക്കാരി ഞാനാണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ മനസ്സിൽ എന്തോ കുഴപ്പമാണെന്ന് പറയാം. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് പോലും ഇല്ല. ഒരു താലി ആർത്തിട്ട് നിങ്ങളിത് പറയുവായിരുന്ന അന്തസ്സുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിൽ എന്നോട് ഇത് പറയണേ? നിനക്ക് നാണമില്ലേ ആകാശം ഇങ്ങനെ പറയാനെന്ന് ചോദിക്കുക. ഞാനാണ് കാരണം പോലും. നിങ്ങളെപ്പോലെ ചതിയും വഞ്ചന ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങളല്ല ചതിച്ചേ. മഹേഷിനെ ചതിച്ചിട്ട് ആ കേരള ചാപ്റ്റർ കൈക്കലാക്കാൻ നോക്കി നിങ്ങളല്ലേ. കാരണം വിനോദിൻ്റെ അനുഗ്രഹയുടെ വിവാഹം മുടക്കാൻ ശ്രമിച്ച നിങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ എന്നോട് ന്യായം ഒടിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രചന ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അത് ആകാശം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആകാശം നീ എന്താടി പറഞ്ഞു നിൽക്കുക? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നു ചോദിക്കണം. നിന്നെ ഞാനെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ ചെല്ലുമ്പോഴത്തേനും രചന പറഞ്ഞ് തൊട്ട് പോയേക്കരുതെന്ന് പറയണം. എന്നിട്ട് ഇപ്പോൾ ഇഷിതയെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ കയ്യിരിപ്പോണ്ട കേരള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടാതെ പോയത് നിങ്ങളുടെ അഹങ്കാരം. നിങ്ങൾ ആദ്യം നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നു തരും. എന്നിട്ട് കുറ്റം എൻ്റെ തലയിലേക്ക്. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി അർത്തിട്ടൊന്നുമില്ല ഭാര്യ എന്ന് പറയാനായിട്ട്. എന്നിട്ട് നിങ്ങൾ വലിയ ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞു വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രചന അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആകാശ് സമനിലേറ്റ് പോലെ നിൽക്കുകയാണ്. കൈലാസ് വിളിച്ച ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ അറിഞ്ഞു മുതലാണ് ആകാശിന് സമനിലേറ്റിയത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും? കാരണം താൻ ഒന്നുമല്ലാതായി തീർന്നു, തനിക്ക് തെണ്ടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് ലയയും മനസ്സിനി അവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആഷിതയാണ് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത്. ലയാണ് ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ഇത്തിരിയൊക്കെ കഴിച്ചെന്ന് വരുത്തി. മനസ്സിൽ ചോദിച്ചാൽ എന്താ മോളെ നീ എന്താ ആഹാരം കഴിക്കാത്തെന്ന് ചോദിക്കുക. എനിക്ക് മതി എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നീ ഇത് മൊത്തം കഴിക്കുക. നീ കഴിക്കാതെ എഴുന്നേറ്റ് പോയി ശരിയാവുമോ? ആഹാരമൊന്നും നല്ല വേണമെന്ന് കഴിച്ചിട്ടില്ലോ, ആകെ മെലിഞ്ഞിരിക്കുവാണല്ലോ എന്ന് പറയണം. വേണ്ടെന്ന് പറഞ്ഞ് ലയ അങ്ങോട്ട് എഴുന്നേറ്റു. ആ സമയം ആഷിതയുടെ മനസ്സിൽ പറഞ്ഞു, നീ ആ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. നീ അതൊക്കെ ഇവിടെ കൊണ്ട് മൂടി വെച്ചേക്കുമെന്ന് ചോദിക്കണം. പെട്ടെന്ന് ആഷിത വന്നിട്ട് ലയോട് പറഞ്ഞു, ലയെ നിധി നല്ല മാമ്പഴ പുളിശ്ശേരിയാ, ഇത് കൂട്ടി ഇച്ചിരി കഴിക്കാൻ പറയണം. എനിക്ക് വേണ്ടാന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാന്നേ? ആഹാരം ഒന്ന് ശരിക്കും കഴിച്ചില്ലോ എന്ന് പറയും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ലയ പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് പറഞ്ഞു, അയ്യോ എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയെന്തോ? എന്താണ് മാധവേ അവൾക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എൻ്റെ അമ്മേ അവൾക്ക് ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്കറിയാലോ. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഞ്ഞൊരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിൻ്റെ വേദനയാണ്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾ വല്ല കടുങ്കൈ ചെയ്തു പോകുന്ന പോലും എനിക്ക് പേടിയാണെന്ന് പറയാം. എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കണേ? അതുകൊണ്ട് മാത്രം ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ആ ഒരു സമാധാനത്തിലാണ് പോകുന്നതെന്ന് പറയണം. അത് കേട്ടിട്ട് മനസ്സിന് പറഞ്ഞു, എനിക്കറിയാം എല്ലാത്തിനും കാരണം ഇഷിത എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചേ. ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇഷിത ഒറ്റയെഴുത്തിയ അവൾ മനഃപൂർവ്വം ചെയ്തതാന്ന് പറയണം. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മാധവ് പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇഷിത. അവൾ നമ്മുടെ ലയനും രക്ഷിക്കാനല്ലേ നോക്കിയെന്ന് നിൽക്കും. അതൊക്കെ നീ പറയുന്നു, പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ. എനിക്കറിയാടാ എങ്ങനെയും നമ്മളെ താർക്കാണ്ട് കച്ച കെട്ടിയിരിക്കും അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അന്നത്തോട് സത്യം ചെയ്യുക, അവളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. കണ്ടില്ലേ, അതുകൊണ്ട് ഇതുവരെയായിട്ടും അവൾക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തിട്ടില്ലോ. അത് അവളുടെ അഹങ്കാരത്തിൻ്റെ കുഴപ്പമാണ്. അവൾക്കൊരിക്കലും ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കാൻ പോകുന്നില്ല. ഈ മനസ്സിനെ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇഷിത എഴുന്നേ വെല്ലുവിളിക്കുകയോ ശപിക്കുകയോ ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി ആഷിതയ്ക്ക്. ആഷിത പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ അവളെക്കുറിച്ച്. പിന്നെ പറയല്ലെന്നോ? അത്രയ്ക്ക് വിഷമാണോ? നീ കാര്യം ചെയ്യടി, നീ അങ്ങോട്ട് പോയി നിൽക്കടിയെന്ന് പറയണം. നാണമില്ലാത്തവൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആഷിതയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.